ഇവിടെ ഒരു ഇമേജ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയറിലേക്ക് വരാം. ലെയറിൽ നോക്കിയാൽ താഴെയായിട്ട് ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടണിന് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്ന് പറയുന്നത്. അതിൽ ഗ്രേഡിയൻറ്റ് മാപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നോക്കി ഇങ്ങനെ ഒരു വിൻഡോ ഇവിടെ ഓപ്പണായി വന്നു. അതിൽ നമ്മൾ വീണ്ടും ലെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാം 2 സെക്ഷൻസ് ഉണ്ട്. ഒരു വൈറ്റ് കളർ, അത് മാസ്കിംഗ് ഏരിയ എന്ന് പറയും. മറ്റേത് ഗ്രേഡിയൻറ്റിൻ്റെ സ്റ്റൈൽ കാണിച്ചിട്ടുണ്ട്. അതിൽ ഗ്രേഡിയൻറ്റ് സ്റ്റൈൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഈ ഗ്രേഡിയൻറ്റ് കളർ ഇതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഗ്രേഡിയൻറ്റ് എഡിറ്റർ എന്ന് പറഞ്ഞൊരു വിൻഡോ ഇവിടെ വന്നു. അതിൽ താഴെയായിട്ട് കണ്ടോ കുറച്ച് ഐക്കൺസുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനെ പറയുന്ന പേര് സ്റ്റോപ്സ് എന്നാണ് പറയുന്നത്. കളർ സ്റ്റോപ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഒപ്പാസിറ്റി സ്റ്റോപ്സ് ഉണ്ട്. അപ്പോൾ ഈ താഴെ വരുന്നതാണ് കളർ സ്റ്റോപ്പ് എന്ന് പറയുന്നത്, നമുക്ക് കളർ ചേഞ്ചസ് ഒക്കെ വരുത്താൻ വേണ്ടി. പിന്നെ ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന സ്റ്റോപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പാസിറ്റി ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒപ്പാസിറ്റിയുടെ ആവശ്യമില്ല, പകരം എന്ത് ചെയ്യുക, കളർ സ്റ്റോപ്പിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് കളർ എന്നുള്ള വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഒരു